സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഒരു വാർത്ത വളരെയധികം അത്ഭുതമുളവാക്കി. അതോടൊപ്പം തന്നെ അല്പം സന്തോഷമുളവാക്കി. ആ വാർത്ത ഇതാണ്: ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന തമിഴ് സംവിധായകൻ്റെ ലയോ എന്ന് പറയുന്ന സിനിമ ടി വിയിൽ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു മനുഷ്യൻ പരാതി നൽകിയിരിക്കുന്നു, ഹർജി നൽകിയിരിക്കുന്നു. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്: ഈ സിനിമയിൽ മുഴുവൻ വയലൻസ് ആണ്. ഈ സിനിമ സംവിധാനം ചെയ്ത ലോകേഷ് കനകരാജിൻ്റെ മാനസിക നില എന്താണെന്ന് പരിശോധിക്കണം. കാരണം ഈ സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മാനസികമായ വലിയ വിഷമം ഉണ്ടാക്കി. സത്യത്തിൽ കുറേ കാലം മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ്, 2-3 മാസം മുമ്പ് വലിയ ഹൈപ്പോടുകൂടി ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു വിജയുടെ, തമിഴിലെ സൂപ്പർ സ്റ്റാറായ വിജയുടെ ലയോ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഇങ്ങനെ യുവജനങ്ങളുടെ ഇടയിൽ വലിയ തരംഗമായിട്ട്, അതിൻ്റെ ട്രെയിലറൊക്കെ തരംഗമായിട്ട്, അവസാനം കുറേ യുവജനങ്ങൾ നിർബന്ധിച്ചതിൻ്റെ പേരിൽ എന്താണിതെന്ന് കണ്ടേക്കാമെന്ന് കരുതി തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് പറയട്ടെ, ഈ പറയുന്ന ഹർജിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ തോന്നിയിരുന്നു. എന്താണ്? എക്സ്ട്രീം വയലൻസ് ആണ് ആ സിനിമയിൽ മുഴുവൻ. എങ്ങനെയാണിത്? ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന സംവിധായകനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് ഓൺലൈൻ മീഡിയയിലെല്ലാം ഈ പ്രചരണങ്ങളെല്ലാം കണ്ടത്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ഇത് എന്തൊരു സംവിധായകനാണ്, ഇതെന്തൊരു കഥയാണ്, ഇയാളാണോ ഇത്ര വലിയ പുകഴ്ത്തപ്പെടുന്ന സംവിധായകൻ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അസംബന്ധപരമായിട്ടുള്ള കഥ തന്നെയായിരുന്നു അതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസ്തവ പശ്ചാത്തലം കാണിച്ചിരിക്കുകയാണ്. ആ ക്രൈസ്തവ പശ്ചാത്തലം തന്നെ തികച്ചും തെറ്റിദ്ധാരണജനകമായിട്ടുള്ള രീതിയിൽ, അത് സൈറ്റാനിക് വർഷിപ്പിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് നമുക്ക് തോന്നും. എന്നിട്ട് സഹോദരങ്ങളാണ് ഇതെല്ലാം, വിജയും ഒരു സഹോദരനായിട്ട് അങ്ങനെ തോന്നുന്നു. അവിടെ ആ മയക്കുമരുന്ന് ബിസിനസ്സാണ്. ആ ബിസിനസ് വളരണമെങ്കിൽ ഒരാളെ ബലി നൽകണം അത്രേ. നമ്മൾ കാണുന്ന അവിടെ ഒരു പ്രീസ്റ്റ് കോളർ വെച്ചിട്ട് ഒരാൾ വന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വൈദികനെ അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഈ സഞ്ജയ് ദത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ പ്രീസ്റ്റ് കോളർ വെച്ച ആളുടെ തൊണ്ടയ്ക്ക് പിടിക്കുന്നുമുണ്ട്. ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്ന്. എന്തൊരു അപഹാസ്യമായ രീതിയിൽ, എന്തൊരു തെറ്റിദ്ധാരണജനകമായ രീതിയിൽ അവതരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കഥാതെന്തോ എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ സിനിമ എന്നിട്ട് തുടർച്ചയായ വയലൻസ് ആണ്, കൊലപാതകങ്ങളുടെ പരമ്പരയാണ്. ഈ സഹോദരൻ എന്ന് പറയുന്ന ഈ വേഷം ധരിക്കുന്ന വിജയ് വേറൊരു കഥാപാത്രമായിട്ട്, എന്നിട്ട് അത് രണ്ടും കൂടി ഇങ്ങനെ മെർജ് ചെയ്യുകയാണ്. അവസാനം ഈ കഥാപാത്രം തന്നെയാണോ ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാം സൃഷ്ടിച്ച് അങ്ങനെ തീരുകയാണ്. പക്ഷേ തുടർച്ചയായ കൊലപാതകങ്ങൾ, എക്സ്ട്രീം വയലൻസ് ആണ്. ഇപ്പം ഇതെന്തൊരു സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആ യുവജനങ്ങൾക്കും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ പറയുന്ന ഹൈപ്പൊന്നുമില്ല, ഇതെന്തൊരു സിനിമ എന്ന് അവരും തന്നെ ചോദിച്ചിട്ടാണ് പോരുന്നത്. അത്യാവശ്യം വിവരവും ബോധമുള്ള യുവജനങ്ങൾ തന്നെയാണ്, ഇതിൻ്റെ അകത്തൊന്നും ഫാൻ അഡിക്റ്റുമല്ല. പക്ഷേ വിജയോട് വലിയ ആരാധനയുള്ളവരാണ് താനും. എന്നിട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ഒരു യുവാവ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ജയിലർ എന്ന സിനിമ കണ്ട എന്ത് പറയുന്നു? രജനീകാന്തിനെ കഥാപാത്രമാക്കി ഇറക്കിയതാണ്. അതിനകത്ത് മോഹൻലാലും ഒരു ഗസ്റ്റ് വേഷമുണ്ട്. അവർ പറയുന്ന, ഈ പിള്ളേർ പറയുന്ന ഇതിലപ്പുറം വയലൻസ് ആണെന്ന് പറയും. മോഹൻലാലും അതിനകത്ത് പലരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ കൊലപാതക പരമ്പര, എക്സ്ട്രീം വയലൻസ് അവതരിപ്പിക്കുന്ന സിനിമകൾ തമിഴകം പോലെ, തമിഴ്നാട് പോലെ വലിയ സാംസ്കാരിക പൈതൃകമുള്ള ഒരുപാട് നല്ല സിനിമകൾ ഇറക്കിയ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നത് അത്ഭുതപ്പെടുത്തുന്ന രീതി, അത്ഭുതമല്ല, ആശങ്ക ഒരുപാട് തോന്നുന്ന രീതിയിലാണ്. ആ ഒരു പാറ്റേണിൽ തന്നെ മലയാളത്തിലും ഒത്തിരി സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഹർജികൾ പല സ്ഥലങ്ങളിൽ കൊടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം മനോഹരമായിട്ടുള്ള മെസ്സേജുകൾ നൽകുന്ന കലാസൃഷ്ടികളല്ലേ സിനിമകൾ. നമ്മൾ മലയാളത്തിൽ JC ഡാനിയേൽ മുതൽ ഇങ്ങനെ തുടങ്ങി ആരംഭം കുറിച്ച ആ മഹനീയമായിട്ടുള്ള കലാസൃഷ്ടിയാണ്. എത്രയോ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഇറങ്ങി, എത്രയോ മനോഹരമായ സന്ദേശങ്ങൾ നൽകി. അതെല്ലാം മാറിയിട്ട് വയലൻസും പിന്നെ മയക്കുമരുന്നും ഡ്രഗ്സും ഈ സെക്സും എല്ലാം കുത്തി നിറച്ചിട്ടുള്ള സിനിമകൾ ഒരു തരത്തിൽ യുവജനങ്ങളെ വഴിതെറ്റിച്ച് കളയാണ്. അപ്പോൾ അതിനെതിരെ സത്യത്തിൽ പ്രതികരിക്കേണ്ടതാണ്. ആ പ്രതികരണം ഒരാൾ കാണിച്ചിരിക്കുന്നത് സത്യത്തിൽ അഭിമാനാർഹമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും വയലൻസ് കുത്തി നിറയ്ക്കുന്ന സിനിമകൾ ഉണ്ടാകാതിരിക്കട്ടെ. നമ്മൾ പല പോസ്റ്ററുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രാകൃതമായ ഒരു കാലഘട്ടം പോലെയാണ് നായകന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. ഒന്നുകിൽ വടിവാള്, അല്ലെങ്കിൽ കോടാലി, അല്ലെങ്കിൽ മഴു. ഇതിനാണ് കൊല്ലാൻ വേണ്ടിയാണ് നായകന്മാർ ഇങ്ങനെ അപരിഷ്കൃതമായ ഭ്രാന്തമായ രീതിയിൽ
ആ ആയുധം എടുത്ത് വടിവാളും കോടാലിയും വഴുവൊക്കെ എടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളാണ്. നോക്കുക, അത്ര പണ്ട് നേരത്തെ കാലത്തിൽ എത്ര മനോഹരമായ പ്രതീകമാണ് ഈ നായകൻ എന്ന് പറയുന്നത് തന്നെ. ആ നായക സങ്കല്പങ്ങളൊക്കെ നമ്മുടെ എത്രയോ മനുഷ്യരുടെ മനസ്സുകളെ വിശുദ്ധീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിർമ്മലമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയിലേക്ക് നയിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് എതിർക്കുന്നവനെയും അല്ലെങ്കിൽ എതിരഭിപ്രായമുള്ളവനെ കൊന്നുതള്ളി ധർമ്മം സ്ഥാപിക്കുന്ന രീതിയിൽ ഉള്ള സിനിമകൾ ഇറങ്ങുന്നത് തീർച്ചയായിട്ടും അത്യന്തം ആശങ്കാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്.